السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: صيام يوم عرفة يكفر السنة الماضية والباقية. متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രഗത്ഭനായ സ്വഹാബിയാണ് അബീ ഹുറൈറ. അദ്ദേഹത്തിന്റെ ആ പേരിന്റെ അർത്ഥം പൂച്ചയുടെ വാപ്പ എന്നാണ്. അബീ ഹുറൈറ എന്ന് പറഞ്ഞ പൂച്ചയുടെ വാപ്പ. ഏതാണ്ട് 13ഓളം പൂച്ചകൾ അദ്ദേഹം സ്നേഹിച്ചിരുന്നു, ഭക്ഷണം കൊടുത്തൊരു ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പഠിച്ചിരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ എന്നാണ്. അപ്പൊ അബീ ഹുറൈറയെ കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് മാത്രം. ആ ഹദീസിൽ പ്രവാചകൻ പറയുന്നു, അറഫയിലെ നോമ്പ്, അറഫയുടെ നോമ്പ്, റമളാനിലെ നിർബന്ധമായ നോമ്പ് കഴിഞ്ഞാൽ ധാരാളം സുന്നത്തായ നോമ്പുണ്ട്. എല്ലാ വ്യാഴം, തിങ്കൾ, അറബി മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദ്, അത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. പറ്റുന്ന ആളുകളൊക്കെ അത് പതിവാക്കണം. പിന്നെ കഴിഞ്ഞാൽ മുഹറത്തിന്റെ നോമ്പാണ്, 9, 10. പിന്നെ അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള മഹത്വമേറിയ നോമ്പാണ് ദുൽഹജ്ജ് 9 അറഫയുടെ നോമ്പ്. ആ നോമ്പിന് ആ പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അറഫയിൽ നിൽക്കുന്ന ആളുകൾ അത് പിടിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. എന്നാൽ അറഫയിലല്ലേ, ദിക്റല്ലേ, തസ്ബീഹല്ലേ, തഹ്ലീലല്ലേ, മറ്റു യാതൊരു ഭക്ഷണത്തിനും മാർഗമില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. എന്നാ നോമ്പ് പിടിച്ചാൽ പറ്റില്ല. ആ കയ്യിലുള്ള വെള്ളം കൊണ്ട് അവര് ആ സമയം മുഴുവനും അവിടെ ചെലവഴിക്കണം. അതാണ് ത്യാഗം. എന്നാ എന്തുകൊണ്ട് നബി ഇവിടെ നോമ്പ് പിടിക്കാൻ പറഞ്ഞില്ല? ഇല്ല, നോമ്പ് വേണ്ട, നമ്മൾ പിടിച്ചാൽ മതി. അത് അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യവുമല്ല. ആ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അറഫയുടെ നോമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. കഴിഞ്ഞ അറഫയുടെ 9 മുതൽ ഇന്ന് വരെ, നന്നായി മനസ്സിലാക്കിക്കോ, കഴിഞ്ഞ അറഫയുടെ 9 മുതൽ ഇന്ന് വരെ, ഈ 9 വരെ, ഈ 9 മുതൽ അടുത്ത 9 വരെ 2 വർഷത്തെ പാപം. മനസ്സിലായ? ഇപ്പൊ കഴിഞ്ഞ അറഫ മുതൽ ഇന്ന് വരെ നമ്മൾ ഉണ്ട്, ഇനി അറിയില്ല. നോക്കണേ ഹദീസിന്റെ പ്രാധാന്യം, അറഫയുടെ നോമ്പിന്റെ പ്രത്യേകത നോക്കണേ. കഴിഞ്ഞ 9 മുതൽ ഇന്ന് വരെ നമ്മൾ ഉണ്ട്, അൽഹംദുലില്ലാ. നാളെ അറിയില്ല, പക്ഷെ അടുത്ത 9 വരെ നോക്ക്. ഈ ഒരു പ്രാധാന്യം വേറൊരു നോമ്പിനില്ല. ഒരൊറ്റ സുന്നത്ത് നോമ്പിന് പ്രാധാന്യം ഇല്ല. കാരണം എന്താ? അടുത്ത 9 വരെ ഉണ്ടാകുമോ ഇല്ലേ അറിയില്ല. അതുവരെ നീ ജീവിച്ചാൽ, അതുവരെ നീ ഉണ്ടായാൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന സ്വഹീഹായ ഹദീസ്, അത്രത്തോളം പ്രാധാന്യമുള്ള ഹദീസ്. ഈ നോമ്പിലാണ് ഇടങ്ങേറുണ്ടാക്കുന്നത്. ചോദിക്കേ. അപ്പൊ ആ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പിടിക്കുക. ഇനി അതിനകത്ത് ചെയ്യാനുള്ളത്, ഇന്ന് സുബഹി മുതൽ തക്ബീർ ആരംഭിക്കാം ഒറ്റയായിട്ട്. നമസ്കാരത്തിന് ശേഷം ഒരുമിച്ച് ചൊല്ലുന്നത് അസർ മുതലാണ്.
ഹദീസിൽ വന്നിട്ടുള്ളത് ഇന്ന് സുബ്ഹി മുതൽ നിങ്ങൾക്ക് വീട്ടിൽ തക്ബീർ ചൊല്ലാം, മുഹറ ചൊല്ലാം, കടക്കമ ചൊല്ലാം, ഒക്കെ അനുവദനീയമാണ്. പക്ഷെ നമസ്കാരത്തിന് ശേഷം ഒരുമിച്ചുള്ള തക്ബീറില്ല, അത് ആരംഭിക്കുന്നത് ഇന്ന് അസറിന് ആരംഭിച്ച് അയ്യാമത്തെ ശരീക്കിന്റെ 13 ഞായറാഴ്ച അസർ അവസാനിക്കണം. ഒന്നുകൂടി, ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞ് ആരംഭിച്ചിട്ട് ഞായറാഴ്ച അസർ അവസാനിക്കണം. അങ്ങനെയാണ് ആ തക്ബീറിന്റെ കണക്ക്. ഇൻഷാ അല്ലാഹ് പ്രവാചകന്റെ സുന്നത്തുകളാണ് ജീവിതത്തിൽ എടുക്കേണ്ടത്, അത് പിൻപറ്റിയാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം പ്രവാചകന്റെ സുന്നത്തില്ലാതെ ഒരൊറ്റ കർമ്മങ്ങളും പൂർണ്ണമാകില്ല, പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും, എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും പരിപൂർണമായ പ്രതിഫലത്തോടുകൂടി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ അറഫയിൽ പങ്കെടുത്ത മുഴുവൻ ഹജ്ജാജിമാർക്കും അർഹമുറാഹിമായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകി. ഹജ്ജിന് എന്താണോ പ്രതിഫലം റബ്ബ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവർക്കെല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കാലാവസ്ഥ അവർക്ക് അല്ലാഹു തആല അനുകൂലമാക്കി കൊടുക്കുമാറാവട്ടെ. ഹജ്ജാജിമാർക്ക് വേണ്ടി ഇത്രത്തോളം സഹായം ചെയ്യുന്ന ആ ഗവൺമെന്റിന്, അതുപോലെ തന്നെ അവരുടെ സന്നദ്ധ സഹായികളായ ഒരുപാട് ആളുകളുണ്ട്, മലയാളികളുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിയ്യത്താക്കിയിരിക്കുന്ന നമ്മുടെ ഉളഹിയത്തിന് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.